യു നമ്മളെന്ത് ഈ മേലെ പോയി നോക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ഇവിടെ ഒരു കൊല നടത്താൻ വന്നതാ, അല്ല കൊല വെട്ടാൻ വന്നതാ. ഇതാ എടുക്കുന്ന പുള്ളിക്കാരനെ കണ്ടോ, പുള്ളിക്കാരൻ പഴുത്തു, ഇനി വെട്ടാനുള്ള സമയം. അങ്ങനെ വെട്ടാൻ വേണ്ടി വന്നതാ. ഇതിപ്പോൾ എങ്ങനെ വെട്ടി എന്ന് നോക്കിയെന്നായിരുന്നു നമ്മോട്. ഞാൻ പറഞ്ഞു പകുതി വെച്ചങ്ങ് വെട്ടിക്കമ്മ, പുള്ളി ഇങ്ങ് താഴെ വീഴുന്നു. നമ്മൾ എത്ര വെട്ടിയിട്ടും പുള്ളി നമ്മളോട് സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. താഴേക്ക് വരാൻ പുള്ളിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. നല്ല സുഖമായിട്ട് കിടക്കുകയായിരുന്നു അവിടെ. അങ്ങനെ കുറേ വെട്ടിയിട്ടും താഴെ വരാത്ത ദേഷ്യത്തിൽ അമ്മ 4-5 വലിച്ചു നോക്കി. വലിച്ചിട്ടും പുള്ളി താഴെ വരുന്നില്ല. എന്താണാവോ, താഴെ വന്നാൽ ഞങ്ങൾ തിന്നാലോ എന്നുള്ള പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അവസാനം കർഷകയ്ക്ക് ദേഷ്യം വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തിയും വലിച്ചെറിഞ്ഞ് മൂപ്പരാൾ നല്ല ആഞ്ഞൊരു വലി അങ്ങ് വലിച്ച്. ആ വലിയിൽ പുള്ളിക്ക് പിടിച്ച് നിൽക്കാനായില്ല. പുള്ളി താഴെ വീണു. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കെടുക്കണ കണ്ട ഇളയപ്പ. ആ ഡയലോഗാണ് കേട്ടോ അപ്പം എനിക്ക് ഓർമ്മ വന്ന്. അങ്ങനെ വാഴ നിലത്ത് വീണ സന്തോഷത്തിൽ വാഴക്കൊലയും വെട്ടി കർഷക ഹാപ്പിയായി. ഇതൊക്കെ കണ്ടിട്ട് ഇതെന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഒപ്പം. ഇവിടെ എന്താ അച്ഛമ്മ ഈ കാട്ടുന്നതെന്ന് നോക്കിയേ എന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവന് ഈ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. അവനതിനുള്ള പ്രായമല്ലേ ആയിട്ടുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായിക്കോളും. അങ്ങനെ വാഴക്കൊല കിട്ടിയ സന്തോഷത്തിൽ കർഷകൻ നേരെ വാഴക്കൊലയായി വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പോൾ അതിലാകെ ഒരൊറ്റ പഴയ പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആ പഴുത്ത പഴം നക്ഷുട്ടന് കൊടുത്തു. അച്ഛമ്മമാരങ്ങനെയാണല്ലോ, പേരക്കുട്ടികളോട് ഭയങ്കര സ്നേഹമായിരിക്കുമല്ലോ. ആ പഴം കണ്ടതും കയ്യിലുണ്ടായിരുന്ന പാപ്പു അച്ഛമ്മയ്ക്ക് കൊടുത്തിട്ട് നക്ഷു വേഗം പഴം കഴിക്കലാക്കി. പഴം ആ തോലോടുകൂടി കഴിക്കാൻ നിന്ന നക്ഷുമോൻ്റെ അടുത്ത് നിന്ന് അത് മേടിച്ച് ഞാൻ പൊളിച്ച് തരാടാന്ന് പറഞ്ഞപ്പോൾ അവനത് തീരെ ഇഷ്ടമായില്ല. ഞാൻ പൊളിച്ചു കൊടുത്തപ്പോൾ അവൻ കഴിക്കുന്നില്ല. അവൻ കഴിക്കില്ലെങ്കിൽ കഴിക്കണ്ട, ഞാൻ കഴിച്ചേക്കാന്ന് വെച്ച് ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.